ഇക്കഴിഞ്ഞ ഡിസംബർ 27 ചിലിയിലുള്ള അറ്റ്ലസ് എന്ന ടെലസ്കോപ്പ് ഭൂമിയുടെ വളരെ അടുത്തുകൂടെ കടന്നുപോയ ഒരു ആസ്റ്ററോയിഡിനെ അഥവാ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തിയ ആസ്ട്രോയിഡുകളിൽ വെച്ച് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ആസ്ട്രോയിഡാണിത് എന്ന് ആദ്യ പഠനങ്ങളിൽ നിന്നും തന്നെ വ്യക്തമായി. തുടർന്നുള്ള പഠനങ്ങളിൽ കൂട്ടിയിടിക്കുള്ള സാധ്യത കൂടി വരികയും ചെയ്തു. വിനാശകരമായ ഉൽക്കകൾ പതിക്കുന്നതിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനറ്ററി ഡിഫൻസ് പ്രോട്ടോക്കോളിന്റെ ആദ്യ നടപടിക്രമം ട്രിഗർ ചെയ്യാൻ ഈ ഒരു സാഹചര്യം കാരണമായി എന്ന് പറയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ അടുത്ത കാലത്തൊന്നും ഈ പ്രോട്ടോക്കോൾ ട്രിഗർ ചെയ്യേണ്ടി വന്നിട്ടില്ല. 2024 YR4 എന്നാണ് ഈ ആസ്ട്രോയിഡിന് ഇട്ടിരിക്കുന്ന പേര്. ഭൂമിയിൽ അത് പതിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ തുടർന്ന് ചൈന സ്വന്തമായ ഒരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരെ തുടങ്ങി. 24 YR4 എന്ന ആസ്ട്രോയിഡ് എവിടെ നിന്നും വരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, അതിനെ നിരീക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത്തരം ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള പ്ലാനറ്ററി ഡിഫൻസ് പ്രോട്ടോക്കോളിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം 2024 YR4 എന്ന ആസ്ട്രോയിഡ് എവിടെ നിന്നും വരുന്നു എന്ന് നോക്കാം. പൊതുവെ ആസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് ആണ്. അതാണ് സൗരയൂഥത്തിലെ പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റ്. അതിൽ കോടിക്കണക്കിന് ആസ്ട്രോയിഡുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. പക്ഷേ അവിടെയുള്ള ആസ്ട്രോയിഡുകളിൽ നിന്നും ഭൂമിക്കുള്ള ഭീഷണി വളരെ കുറവാണ്. കാരണം അവയിൽ മിക്കതും സ്റ്റേബിളായ ഓർബിറ്റിൽ സൂര്യനെ ഭ്രമണം ചെയ്യുന്നവയാണ്. ആ ഓർബിറ്റ് ഭൂമിയുടെ ഓർബിറ്റിന്റെ അടുത്തുപോലും വരുന്നില്ല. പിന്നെ ആകെ കൂടി ഒരു സാധ്യതയുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ആസ്ട്രോയിഡ് അതിന്റെ നോർമൽ ഓർബിറ്റിൽ നിന്നും ഡിസ്ലോഡ്ജ് ആവുക എന്നുള്ളതാണ്. മറ്റു വസ്തുക്കളുമായുള്ള കൂട്ടിയിടി വഴിയോ ജൂപ്പിറ്ററുമായുള്ള ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ വഴിയോ അത് സംഭവിക്കാമെങ്കിലും അതിനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. മാത്രമല്ല, ഇനി അങ്ങനെ സംഭവിച്ചാലും അത് കൃത്യം ഭൂമിയുടെ നേരെ തന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ശരിക്കും ഭീഷണിയുള്ളത് ഭൂമിയുടെ വളരെ അടുത്തുകൂടെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ആസ്ട്രോയിഡുകളിൽ നിന്നാണ്. നിയർ എർത്ത് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ നിയർ എർത്ത് ഒബ്ജക്ട്സ് NEOs എന്നൊക്കെയാണ് ഇവയെ പൊതുവെ വിളിക്കാറ്. ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റിന്റെ അടുത്തുകൂടെ തന്നെ സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് നിയർ എർത്ത് ആസ്ട്രോയിഡ്സ് ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവയിൽ പലതിൻ്റെയും ഓർബിറ്റ് ഭൂമിയുടെ ഓർബിറ്റിനെ മുറിച്ചു കടക്കുകയോ തൊട്ടടുത്തുകൂടെ കടന്നു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളും ഒരുപാടുണ്ട്. ഇങ്ങനെ മുറിച്ചു കടക്കുന്ന പോയിന്റിൽ ഭൂമിയും ആ ആസ്ട്രോയിഡും ഒന്നിച്ച് വരാത്തത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും കൂട്ടിയിടികൾ നടക്കാതെ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത്തരം ഒരു ആസ്ട്രോയിഡുമായുള്ള ഭൂമിയുടെ കൂട്ടിയിടി എന്ന് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഭൂമിയുടെ ഓർബിറ്റിന്റെ തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്നതും 140 മീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ളതുമായ ആസ്ട്രോയിഡുകളെ പൊട്ടൻഷ്യലി ഹസാർഡസ് ആസ്ട്രോയിഡ് അഥവാ അപകടകാരികളായ ആസ്ട്രോയിഡ്സ് എന്നാണ് വിശേഷിപ്പിക്കാറ്. ഏകദേശം 18,000 പൊട്ടൻഷ്യലി ഹസാർഡസ് ആസ്ട്രോയിഡ്സ് ഉണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അതിൽ ഏകദേശം 2,500 എണ്ണത്തിനെ മാത്രമേ നമുക്ക് ഇതുവരെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 15,000 എണ്ണം ഇനിയും കണ്ടെത്താനുണ്ട്. ഏത് നിമിഷവും അതിലൊന്ന് ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകാം. അങ്ങനെ ഇക്കഴിഞ്ഞ ഡിസംബർ 24 ഭൂമിയുടെ അടുത്തുകൂടെ കടന്നുപോയ ആസ്ട്രോയിഡാണ് 2024 YR4. 24 അത് ഭൂമിയുടെ അടുത്തുകൂടെ കടന്നുപോയതെങ്കിലും 27 അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അഥവാ അറ്റ്ലസ് എന്ന സംവിധാനമാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഭൂമിയിൽ വന്നിടിക്കാൻ സാധ്യതയുള്ള ആസ്ട്രോയിഡുകളെ നേരത്തെ കൂട്ടി ഡിറ്റക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റോബോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്ന 4 ടെലസ്കോപ്പുകളാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ളത്. അതിലെ ചിലിയിലെ ടെലസ്കോപ്പാണ് 2024 YR4 എന്ന ആസ്ട്രോയിഡിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും ഈ ഒരു ആസ്ട്രോയിഡിന്റെ വലുപ്പം 50 മീറ്ററിൽ കൂടുതലാണെന്ന് കണ്ടു. മാത്രമല്ല, അത് ഭാവിയിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത അഥവാ ഇമ്പാക്ട് പ്രോബബിലിറ്റി 1% കൂടുതലാണെന്നും കണ്ടു. ഒരു ആസ്ട്രോയിഡിന്റെ വലുപ്പം 50 മീറ്ററിൽ കൂടുതലും അതിന്റെ ഇമ്പാക്ട് പ്രോബബിലിറ്റി 1% കൂടുതലുമാണെന്ന് കണ്ടാൽ അത് പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ട്രിഗർ ചെയ്യും. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാർണിംഗ് നെറ്റ്വർക്ക് IAWN
സ്പേസ് മിഷൻ പ്ലാനിംഗ് അഡ്വൈസറി ഗ്രൂപ്പ് SMPAG എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ടെലസ്കോപ്പുകൾ ഈ ആസ്ട്രോയിഡിനെ വീക്ഷിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലുള്ള ടെലസ്കോപ്പുകളായിരിക്കും അവയ്ക്കൊക്കെ റെഗുലർ ബേസിസിൽ ഓരോ ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ടാസ്കുകളൊക്കെ നിർത്തിവെച്ച് ആ ടെലസ്കോപ്പുകളെല്ലാം ഈ ഒരു ആസ്ട്രോയിഡിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഈ സ്റ്റെപ്പിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഈ ആസ്ട്രോയിഡിനെ കുറിച്ച് വിവിധ രാജ്യങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റ ഷെയർ ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ UN സംഘടനകളുടെ മേൽനോട്ടത്തിലായിരിക്കും. ഒരു ആസ്ട്രോയിഡിന്റെ ട്രജക്ടറി അഥവാ സഞ്ചാരപാത കൃത്യമായി നിർണ്ണയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 1-2 ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇനീഷ്യൽ സർവേയിൽ നിന്നുമാണ് ഒരു ആസ്ട്രോയിഡിന്റെ ഇമ്പാക്ട് പ്രോബബിലിറ്റി ആദ്യം നിർണ്ണയിക്കുന്നത്. അത് അത്രത്തോളം കൃത്യമായിക്കൊള്ളുന്നില്ല. കൂടുതൽ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയാലേ ട്രജക്ടറി കൂടുതൽ കൃത്യതയോടെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ ഇമ്പാക്ട് പ്രോബബിലിറ്റി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ കഴിയൂ. YR4 എന്ന ആസ്ട്രോയിഡിന്റെ കേസിൽ ഇതിന്റെ വലുപ്പം താരതമ്യേന കുറവായതുകൊണ്ട് ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞാൽ മിക്ക ടെലസ്കോപ്പുകൾക്കും അതിനെ കാണാൻ സാധിക്കില്ല. മാത്രമല്ല, YR4ന്റെ ട്രജക്ടറി അനുസരിച്ച് മെയ് മാസം കഴിഞ്ഞാൽ അത് സൂര്യന്റെ അപ്പുറത്തെ സൈഡിലായി പോവും. പിന്നെ ഒരു 3 വർഷത്തേക്ക് അതിനെ നിരീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഡാറ്റ ശേഖരിച്ചാലേ അതിൻ്റെ ട്രജക്ടറിയെക്കുറിച്ചും ഇമ്പാക്ട് പ്രോബബിലിറ്റിയെക്കുറിച്ചും കൂടുതൽ കൃത്യതയോടെ പറയാൻ കഴിയും. അവിടെയാണ് പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസ് സഹായകരമാവുന്നത്. ഇതിനു മുമ്പ് പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസ് ട്രിഗർ ആയിട്ടുള്ളത് 2004 എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോഫിസ് എന്ന ആസ്ട്രോയിഡിന് വേണ്ടിയായിരുന്നു അത്. പക്ഷേ പിന്നീട് മറ്റ് ടെലസ്കോപ്പുകളിൽ നിന്നുള്ള ഒബ്സർവേഷൻ ഡാറ്റ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഫിസിന്റെ ഇമ്പാക്ട് പ്രോബബിലിറ്റി വളരെയധികം കുറഞ്ഞിരുന്നു. ഇന്ന് അപ്പോഫിസ് ഒരു ഭീഷണിയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ഇപ്പോഴത്തെ YR4 എന്ന ആസ്ട്രോയിഡിന്റെ കേസിൽ പ്ലാനറ്ററി ഡിഫൻസ് റെസ്പോൺസിനെ തുടർന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ VLT അഥവാ വെരി ലാർജ് ടെലസ്കോപ്പ്, സ്പെയിനിന്റെ ഗ്രാൻഡ് ടെലസ്കോപ്പിയ കനാരിസ് അഥവാ GTC, അമേരിക്കയുടെ ജെമിനി സൗത്ത് ടെലസ്കോപ്പ് അഥവാ GST എന്നിങ്ങനെ വിവിധ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് YR4ന്റെ നിരീക്ഷണങ്ങൾ നടത്തി ഡാറ്റ കളക്ട് ചെയ്തു. കൂടുതൽ ഡാറ്റ വരുന്നതനുസരിച്ച് YR4ന്റെ ട്രജക്ടറി കാൽക്കുലേഷന്റെ ആക്യുറസി കൂടി വന്നു. സാധാരണഗതിയിൽ കൂടുതൽ ഡാറ്റ കിട്ടുമ്പോൾ ആസ്ട്രോയിഡിന്റെ ഇമ്പാക്ട് പ്രോബബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ YR4ന്റെ കാര്യത്തിൽ ഇമ്പാക്ട് പ്രോബബിലിറ്റി കൂടി വരികയാണ് ചെയ്തത്. ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഇമ്പാക്ട് പ്രോബബിലിറ്റി 1.5% ആയിരുന്നെങ്കിൽ കൂടുതൽ ഡാറ്റ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇമ്പാക്ട് പ്രോബബിലിറ്റി 2.7% ആയിട്ട് കൂടുകയാണ് ചെയ്തത്. ഇമ്പാക്ട് പ്രോബബിലിറ്റി അഥവാ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത 2.7% എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറവല്ലേ, പേടിക്കാൻ മാത്രമുണ്ടോ എന്നാണ് പെട്ടെന്ന് തോന്നുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആസ്ട്രോയിഡിന്റെ കാര്യത്തിൽ ഇമ്പാക്ട് പ്രോബബിലിറ്റി 0.01% ആണെന്ന് പറഞ്ഞാലും അതൊരു റിസ്ക് ആയിട്ടാണ് കണക്കാക്കാറ്. 1% ഇമ്പാക്ട് പ്രോബബിലിറ്റി തന്നെ ഒരു ഡിഫൻസ് റെസ്പോൺസ് ട്രിഗർ ചെയ്യും. അപ്പോൾ 2.7 എന്നത് താരതമ്യേന വളരെ കൂടുതലാണ്. അപ്പോഫിസ് എന്ന ആസ്ട്രോയിഡിന്റെ ഇമ്പാക്ട് പ്രോബബിലിറ്റി ഇനീഷ്യലി എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് 2.7% ആയിരുന്നെങ്കിലും ഏതാനും ദിവസത്തെ നിരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് 1ൽ താഴെയായി കുറഞ്ഞു. പക്ഷേ YR4ന്റെ കേസിൽ അതിനെ കണ്ടെത്തി 2 മാസം കഴിഞ്ഞിട്ടും ഇമ്പാക്ട് പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത്, അതായത് ഫെബ്രുവരി 19 ആയപ്പോഴേക്കും ഇമ്പാക്ട് പ്രോബബിലിറ്റി 3.1% ആയിട്ട് പിന്നെയും കൂടി. വീഡിയോ റിലീസ് ചെയ്യുമ്പോഴേക്കും ഇത് ഇനിയും മാറാം. ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ വെച്ച് ഏകദേശം 40 മീറ്ററിനും 90 മീറ്ററിനും ഇടയിൽ വലുപ്പമുള്ള ഒരു ആസ്ട്രോയിഡാണ് YR4 എന്നാണ് നിഗമനം. അതിൽ നിന്നും റിഫ്ലക്ട് ചെയ്തു വരുന്ന പ്രകാശത്തിന്റെ സ്പെക്ട്രം അനലൈസ് ചെയ്തതിൽ നിന്നും അത് ഒരു സ്റ്റോണി ആസ്ട്രോയിഡ് അഥവാ പാറ കൊണ്ടുണ്ടാക്കിയ ആസ്ട്രോയിഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് വലുപ്പം 140 മീറ്ററിൽ താഴെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ PHA എന്ന കാറ്റഗറിയിൽ പെടുത്താൻ കഴിയില്ല. അതായത് ഭൂമിയുടെ വലിയൊരു ഭാഗത്തെ ബാധിക്കാൻ മാത്രമുള്ള ഒരു നാശനഷ്ടം ഇത് പതിക്കുന്നത് മൂലം ഉണ്ടാവില്ല. എങ്കിലും സിറ്റി കില്ലർ എന്ന കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഏകദേശ മാസും അത് പതിക്കുന്ന വെലോസിറ്റിയും വെച്ച് 7 മുതൽ 9 മെഗാ ടൺ TNTയുടെ സ്ഫോടന ശേഷിക്ക് സമാനമായ ഊർജം അത് റിലീസ് ചെയ്യും. അതായത് ഹിരോഷിമയിൽ പൊട്ടിച്ച ആറ്റം ബോംബിന്റെ 500 ഇരട്ടി സ്ഫോടന ശേഷി. ബോംബെ പോലുള്ള ഒരു വലിയ സിറ്റിയെ അപ്പാടെ നശിപ്പിക്കാൻ പോകുന്ന അത്രയ്ക്ക് ഊർജ്ജം ഉണ്ട് അത്.
YR4 ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പതിക്കാനാണ് സാധ്യത എന്ന് സൂചിപ്പിക്കുന്ന ഒരു മാപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ചുവന്ന വര കടന്നു പോകുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമാണ് അത് പതിക്കാൻ സാധ്യത. ഇതിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലൂടെയും കടന്നു പോകുന്നതായിട്ട് ഇതിൽ കാണാൻ കഴിയും. ഇതുവരെ സ്വന്തമായിട്ടൊരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം ഇല്ലാതിരുന്ന ചൈന ഈ ഒരു സംഭവത്തെ തുടർന്ന് ഒരു ഡിഫൻസ് സിസ്റ്റം സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മാർച്ച് മാസത്തിലും മെയ് മാസത്തിലുമായിട്ട് 2 തവണ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് YR4 നിരീക്ഷിക്കാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭൂമിയുടെ വളരെ അടുത്തുകൂടെ അതിവേഗം സഞ്ചരിക്കുന്ന ആസ്ട്രോയിഡ് പോലെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെലസ്കോപ്പ് അല്ല ജെയിംസ് വെബ്. കാരണം ജെയിംസ് വെബിന്റെ ഡയറക്ഷൻ തിരിക്കുന്നത് ഭൂമിയിലെ ടെലസ്കോപ്പുകളെ പോലെ മെക്കാനിക്കൽ സിസ്റ്റംസ് ഉപയോഗിച്ചല്ല, റോക്കറ്റ് ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ജെയിംസ് വെബ് ഉപയോഗിച്ച് ഒരു മൂവിംഗ് ടാർഗറ്റിനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഭൂമിയിൽ നിന്നും റേഡിയേറ്റ് ചെയ്തു വരുന്ന ചൂട് തടുക്കാൻ വേണ്ടി ജെയിംസ് വെബിന്റെ ഹീറ്റ് ഷീൽഡ് ഉള്ള സൈഡാണ് ഭൂമിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. എങ്കിലും മാർച്ച് മാസം ആവുമ്പോഴേക്കും YR4 എന്ന ആസ്ട്രോയിഡ് ജെയിംസ് വെബിന്റെ ഒബ്സർവേഷൻ റേഞ്ചിലെത്തും. അതിലെ ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉപയോഗിച്ച് YR4ന്റെ വലുപ്പത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചുമുള്ള കൂടുതൽ ഡാറ്റ ശേഖരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇമ്പാക്റ്റ് പ്രോബബിലിറ്റി ഇനിയും കൂടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അവോയ്ഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് സിറ്റുവേഷൻ വന്നാൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ആസ്ട്രോയിഡിന്റെ വലുപ്പം, ഇമ്പാക്റ്റ് പ്രോബബിലിറ്റി, എത്ര വർഷത്തിനുള്ളിലാണ് ഇമ്പാക്റ്റ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് ആ പ്രശ്നത്തെ ഏത് ലെവൽ വരെ എസ്കലേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. 5-8 വർഷത്തെ സമയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മിക്കവാറും ഒരു കൈനറ്റിക് എനർജി ഇമ്പാക്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് നാസയുടെ ഡാർട്ട് മിഷനിൽ സംഭവിച്ചതുപോലെ അത്യാവശ്യം മാസ്സുള്ളൊരു സ്പേസ് ക്രാഫ്റ്റിനെ വളരെ വേഗത്തിൽ ആ ആസ്ട്രോയിഡിൻ്റെ മേൽ കൊണ്ടിടിപ്പിക്കുന്നത് വഴി അതിനെ വഴി മാറ്റി വിടുക. അതിൻ്റെ സഞ്ചാരപാതയിൽ വളരെ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും കൂടുതൽ സമയം കഴിയും തോറും ആ ചെറിയ വ്യത്യാസം വലിയ വ്യത്യാസമായിട്ട് മാറും. അങ്ങനെ ഭൂമിയുടെ അടുത്തെത്തുന്ന സമയമാകുമ്പോഴേക്കും അത് പൂർണ്ണമായും വഴിമാറിപ്പോവും. പക്ഷേ ഇതിന് സമയം വേണം. നമ്മുടെ കയ്യിൽ സമയം കുറവാണെങ്കിൽ പിന്നെ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അതായത് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴി ആസ്ട്രോയിഡിനെ തകർത്ത് കളയുക. അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. ഒന്ന്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് തകർന്നുകൊള്ളണമെന്നില്ല. ആസ്ട്രോയിഡ് ഏതാനും വലിയ കഷ്ണങ്ങളായിട്ടാണ് തകരുന്നത് എങ്കിൽ ആ കഷ്ണങ്ങൾ വീണ്ടും ഭൂമിയിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ആസ്ട്രോയിഡിൻ്റെ മാക്സിമം ഉള്ളിലേക്ക് എത്തിച്ച ശേഷം വേണം അത് എക്സ്പ്ലോഡ് ചെയ്യിക്കാൻ. ഇത് ടെക്നിക്കലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇത്തരം ആസ്ട്രോയിഡുകളെ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനുള്ള കഴിവാണ്. ഇന്നുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും YR4 എന്ന ആസ്ട്രോയിഡിനെ കണ്ടുപിടിച്ചത് അത് ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടെ ഒരു തവണ കടന്നു പോയതിന് ശേഷമാണ്. ഇതിനു മുമ്പ് അത് എത്ര തവണ ഇതുപോലെ കടന്നു പോയിട്ടുണ്ടാവും എന്ന് ഒരു ധാരണയും നമുക്കില്ല. പല ടെലസ്കോപ്പുകളിലെയും പ്രീവിയസ് ഡാറ്റ പരിശോധിച്ചതിൽ നിന്നും ഒരു ടെലസ്കോപ്പിൽ മാത്രമാണ് ഇത് മുമ്പ് കടന്നുപോയതിൻ്റെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അന്ന് അതാരും ശ്രദ്ധിച്ചിട്ടുമില്ല. ഇത്തരം അപകടകാരികളായ ആസ്ട്രോയിഡുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അവയെ കണ്ടെത്താൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ മതിയാവില്ല എന്ന് തോന്നിപ്പോവും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് YR4 എന്ന ആസ്ട്രോയിഡിന്റെ ഇമ്പാക്റ്റ് പ്രോബബിലിറ്റി 1.5% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ റെക്കോർഡിംഗ് ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ലാസ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു വിഷയത്തിൽ ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ വഴി YR4 2024 എന്ന ആസ്ട്രോയിഡിനെ കുറിച്ചും ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് സെനാരിയോ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.